നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഭ്രൂണ അവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? തൈറോയിഡ് ഗ്രന്ഥി. ഈ തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? മിക്സെഡിമ. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ചാ മുരടിപ്പിനും കാരണമാകുന്ന രോഗം ഏതാണ്? ക്രട്ടനിസം. അടുത്ത ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അടുത്ത ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാ? എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. എലിപ്പനി ജലത്തിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനിയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാ? കുഷ്ഠമാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയമാണ് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയൊക്കെ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാന്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCRT, NCRT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രഥമ ഉപഭോക്താക്കൾ പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാണ്? സസ്യഭുക്കാണ് ഭക്ഷ്യ ശൃംഖലയിലെ പ്രഥമ ഉപഭോക്താക്കൾ. ആദ്യത്തെ കണ്ണി ആരാണെന്ന് ചോദിച്ചാൽ ഹരിത സസ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് മാസം 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്.
വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചത് അപ്പിക്കോ പ്രസ്ഥാനം, 1973 ആരംഭിച്ചത് ചിപ്കോ പ്രസ്ഥാനം. അപ്പോൾ അപ്പിക്കോ പ്രസ്ഥാനം 1983 ചിപ്കോ പ്രസ്ഥാനം 1973 ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക അറ്റോമികം? ഹീലിയം. ഹീലിയമാണ് ഏക അറ്റോമികം. ഹീലിയമാണ് ഏക അറ്റോമികം. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചതാരാ? ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. തനിയെ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാ? അംശിക സ്വേദനമാണ്. ഇപ്പൊ ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ വാതകം കണ്ടെത്തിയത്. ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ മെർക്കുറിക് ഓക്സൈഡ്. പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം ഏത്? മെർക്കുറിക് ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഇരുമ്പിന്റെ അയിരുകൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്. അസറ്റോബാക്ടർ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. തനിയെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ജിപ്സം എന്നറിയപ്പെടുന്നത് ഏതാ? കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം അപ്പക്കാരത്തിന്റെ കെമിക്കൽ നെയിം എന്താ? സോഡിയം ബൈകാർബണേറ്റ്. നീറ്റ് കക്ക അഥവാ ക്യുക്ക് ലൈമിന്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് നീറ്റ് കക്ക. മിൽക്ക് ഓഫ് ലൈം അതുപോലെ സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അല്ലെങ്കിൽ മിൽക്ക് ഓഫ് ലൈമിന്റെ കെമിക്കൽ നെയിം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്നത് ഏതാ? കാൽഷ്യം കാർബണേറ്റ് ആണ് ചുണ്ണാമ്പ് കല്ല് കാൽഷ്യം കാർബണേറ്റ്. അടുത്ത ചോദ്യം, പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ ആണ് പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയായിരിക്കും? പതനകോണും പ്രതിപതന കോണും തുല്യമാണ്. അപ്പോൾ 30 ഡിഗ്രി തന്നെയാണ് പ്രതിപതന കോണിന്റെ അളവ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് യുറാനസ് ആണ്. അടുത്ത ചോദ്യം, പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് LPG ആണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവ്. ദോലനം ഓസിലേറ്ററി മോഷന് ഉദാഹരണം ഏതാ? ഊഞ്ഞാലിന്റെ ചലനം. അടുത്ത ചോദ്യം, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത്? തിമിരമാണ്. കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥയാണ് തിമിരം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ഏതാ? ചെവിയാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണ്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇതിൽ മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് എന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണ്. മാലിയസിന്റെ ആകൃതി ഏതാ? എപ്പോഴും ചോദിക്കാറുണ്ട്. ചുറ്റികയുടെ ആകൃതിയാണ്. ഇൻകസിന്റെ ആകൃതിയോ കൂടക്കല്ലിന്റെ ആകൃതിയാണ്. സ്റ്റേപ്പിസിന്റെ ആകൃതിയോ കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയാണ്. അപ്പൊ മാലിയസിന്റെ ആകൃതി ചുറ്റികയുടെ ആകൃതി, ഇൻകസിന്റെ ആകൃതി കൂടക്കല്ലിന്റെ ആകൃതി, സ്റ്റേപ്പിസിന്റെ ആകൃതിയോ കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയാണ്.
അടുത്ത ചോദ്യം, മനുഷ്യനിൽ ജീവകം B3 അതായത് നിയാസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? പെല്ലഗ്രയാണ്, പെല്ലഗ്ര. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതു വിഭാഗത്തിൽപ്പെട്ടതാണ്? എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ബാക്ടീരിയയാണ്, ബാക്ടീരിയ. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എലിപ്പനി ഉണ്ടാകുമ്പോൾ രക്തലോമികകളിൽ തകരാറുണ്ടാകുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് ലെപ്റ്റോസ്പൈറ. അപ്പോൾ എലിപ്പനി ഉണ്ടാകുമ്പോൾ രക്തലോമികകളിൽ തകരാറുണ്ടാകുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? എലിപ്പനി. അടുത്ത ചോദ്യം, എയ്ഡ്സിന് കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. രോഗപ്രതിരോധ ശേഷി കുറയുന്നു, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 2021 ലോക പരിസ്ഥിതി ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2021 പാകിസ്ഥാൻ, 2024 സൗദി അറേബ്യ. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? മാറ്റം സംഭവിക്കാത്തത് ആവൃത്തിക്കാണ്, ഫ്രീക്വൻസിക്കാണ്. എന്താണ് ആയതി? ആയതി എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആയതി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആയതി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ഏത്? ആവൃത്തി. ഇനി എന്താണ് തരംഗദൈർഘ്യം? വേവ് ലെങ്ത്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം. ഇതാണ് ഏത്? തരംഗദൈർഘ്യം. അപ്പൊ സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം, അല്ലെങ്കിൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് ഏത്? തരംഗദൈർഘ്യം, തരംഗദൈർഘ്യം. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്, ഹെർട്സ്. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റോ മീറ്റർ ആണ്, മീറ്റർ. ഓക്കെ. അടുത്ത ചോദ്യം, ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് 5 കിലോഗ്രാം പിണ്ഡമുണ്ട്. ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ഡം എത്രയായിരിക്കും? കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ 5 കിലോഗ്രാം ആണ്. പിണ്ഡത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, ഭാരം 0 ആയേനെ. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഒരു വസ്തുവിന്റെ താപം രേഖപ്പെടുത്തിയത് 131 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് തത്തുല്യമായി ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ താപത്തിന്റെ അളവ് എത്ര? 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 × 10⁻23. അവഗാഡ്രോ നമ്പർ ആണ്. 6.022 × 10⁻23. അലുമിനിയത്തിന്റെ പ്രധാന അയിര് ഏതാ? ബോക്സൈറ്റ്. എപ്പോഴും ചോദിക്കും, അലുമിനിയത്തിന്റെ പ്രധാന അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അയിരുകൾ, ധാതുക്കൾ നന്നായിട്ട് നോക്കുക. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളും നോക്കുക. ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.